ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുക. ഭീകരവാദം എന്നുള്ളത് ഭീരുത്വമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ വികസനത്തിന്റെ പാതയിലൂടെ കുതിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അതിർത്തി കടന്നു വന്നിട്ടുള്ള ശത്രുക്കൾ നിരപരാധികളുടെ മുകളിൽ നിറയൊഴിച്ചത്. നിങ്ങളൊരു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കാണും. ഇതിനു മുൻപുള്ള UPA സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന ഭീകരാക്രമണങ്ങൾ, ആ ഭീകരാക്രമണങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇന്നലെ ജനങ്ങൾ അതിനോട് പ്രതികരിച്ചത്. ഇന്നലെ കാശ്മീരിൽ മുഴുവൻ, ജമ്മു കാശ്മീരിന്റെ എല്ലാ ഭാഗങ്ങളിലും ജനങ്ങൾ പാകിസ്ഥാന്റെ ഈ ഭീകരവാദത്തിനെതിരായിട്ട് പ്രതിഷേധിച്ചുകൊണ്ട് തെരുവിലിറങ്ങി. ചരിത്രത്തിലാദ്യമായിട്ട് ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഭീകരതയ്ക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്ന ആ കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. കാരണം 2019 ശേഷം 370-ാം വകുപ്പ് എടുത്തുമാറ്റിയതിന് ശേഷം ജമ്മു കാശ്മീരിനുണ്ടായിട്ടുള്ള വികസനം, ആ വികസനം അവിടുത്തെ പ്രാദേശിക ജനതയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് സഹായിച്ചു എന്നുള്ളതുകൊണ്ടാണ് അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഇത്തരം നടപടികൾക്കെതിരായിട്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങിയത്. 2024 മാത്രം 2.4 കോടി വിനോദസഞ്ചാരികളാണ് ജമ്മു കാശ്മീരിലെത്തിയത്. പാകിസ്ഥാൻ ഒട്ടും സന്തോഷം തരുന്ന ഒരു കാര്യമല്ല. ജമ്മു കാശ്മീർ വികസനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. റോഡുകളും പാലങ്ങളും കുടിവെള്ളവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉൾപ്പെടെ ജമ്മു കാശ്മീരിന്റെ വിവിധ പ്രദേശങ്ങളിൽ വികസനം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ പെഹൽഗാവിലെ സംഭവം നടന്നത്. ഭീകരവാദത്തോട് സന്ധിയില്ലാത്ത നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് തന്നെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി പറഞ്ഞു, ഭീകരവാദികൾക്ക് ഈ രാജ്യം ശക്തമായിട്ടുള്ള മറുപടി നൽകും. നരേന്ദ്രമോദി വെറും വാക്ക് പറയുന്ന ഒരാളല്ല എന്ന് നമുക്കറിയാം. നരേന്ദ്രമോദി പറഞ്ഞാൽ അത് പറഞ്ഞത് പ്രാവർത്തികമാക്കുന്ന ആളാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ 28 പേരെ കൊലപ്പെടുത്തിയപ്പോൾ മുഴുവൻ ആളുകളും നിങ്ങൾ ഹിന്ദുവാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ 28 പേരെ കൊലപ്പെടുത്തിയത്. ഹിന്ദുവായതിന്റെ പേരിലാണ് അവർ നിഷ്കരണം കൊലപ്പെടുത്തിയത്. അങ്ങനെയുള്ള ഒരു ഭീകരവാദം, ആ ഭീകരവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ സർക്കാരിന്റെ 4ാം വാർഷികവും പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനവും ഒക്കെ നടക്കുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന പാർട്ടിയാണ്. ഗാസയിലെ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്ന പാർട്ടിയാണ്. ഗാസയിലെ ജനങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്ന ആളുകൾ എന്തുകൊണ്ട് പെഹൽഗാവിൽ കൊല്ലപ്പെട്ട 28 പേരുടെ അവരുടെ മനുഷ്യാവകാശങ്ങൾ കാണുന്നില്ല? എന്തുകൊണ്ട് അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ എന്തുകൊണ്ട് ഈ പാർട്ടിയുടെ CPM-ന്റെ ഒരു നേതാവും തയ്യാറല്ല? അവർ ഹിന്ദുക്കളായതുകൊണ്ടാണോ, അതോ മറുവശത്ത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണോ? കാരണം മറുവശത്ത് പാകിസ്ഥാൻ ആയതുകൊണ്ടാണോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുന്നതിന്റെ കാരണം, എക്കാലത്തും പാകിസ്ഥാനെ അനുകൂലിച്ചിട്ടുള്ള ആളുകളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, മുഹമ്മദ് അലി ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം, ഇന്ത്യയും പാകിസ്ഥാനും 2 നാടുകളാകണം, 2 രാജ്യങ്ങളാകണം എന്നുള്ള വാദത്തെ പിന്തുണച്ച ആളുകളാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതേ പാതയാണ് ഇന്നും CPM പിന്തുടരുന്നത്. അതുകൊണ്ടാണ് ഈ രാജ്യം ഈ ആക്രമണത്തിന് ശേഷം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ അവസരത്തിൽ CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞത് 370-ാം വകുപ്പ് പുനഃസ്ഥാപിക്കണം, അതിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുള്ളൂ എന്നാണ്.
പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആളുകൾ, ആ പാകിസ്ഥാൻ അനുകൂലികളായിട്ടുള്ള ആളുകള് ഇന്നും ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആളുകളാണ് ഒരു വശത്ത് 28 പേരെ കൊലപാതകം നടക്കുമ്പോ ഇവിടെ പാർട്ടി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ആഹ്ലാദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ ഒരാളുടെ മരണം നടന്നാൽ നമ്മൾ ആ ചടങ്ങ് കഴിയുന്നവരെ നമ്മളെല്ലാ മംഗളകർമ്മങ്ങളും മാറ്റിവെക്കും. അതാണ് നമ്മുടെ സംസ്കാരം. ഇവിടെ മിനിയാന്ന് മരണം നടന്ന് അവരുടെ മൃതദേഹങ്ങൾ പട്ടണയിൽ അടങ്ങുന്നതിന് മുൻപേ തിരുവനന്തപുരത്ത് CPM-ന്റെ സംസ്ഥാന ഓഫീസ് എന്നുള്ള നിലയിൽ 9 നില കെട്ടിടം, ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയ, ആഘോഷം നടത്തിയ ആളുകളുടെ കൂറ് ഈ നാട്ടിലെ ജനങ്ങളോടാണോ, അതോ ഇപ്പോഴും ആ പാകിസ്ഥാനെ പിന്തുണച്ച അതേ സമീപനമാണോ CPM-നുള്ളത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ബഹുമാനനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാരിന്റെ വികസനത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തുറന്നു കാട്ടി. വലിയ വികസന കുതിപ്പുണ്ടാക്കി എന്നാണ് CPM അവകാശപ്പെടുന്നത്. എന്താ യാഥാർത്ഥ്യം? അവര് പറയുന്ന ഏറ്റവും വലിയ നേട്ടം എന്താ? ഈ സംസ്ഥാനത്ത് ദേശീയപാതകൾ ഉണ്ടാക്കി. ആരാ ഉണ്ടാക്കിയത്? എന്താ ഈ കേരള സർക്കാരിന് അതിലെ പങ്ക്? കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ദേശീയപാതകൾ നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം. പക്ഷെ കേരളത്തിലെ ഈ പ്രചരണം CPM മാത്രം നടത്തുകയല്ല, മാധ്യമങ്ങളിലൂടെ അടക്കം ആ പ്രചരണത്തിന്റെ അലയൊലികൾ നമ്മൾ കേൾക്കുന്നു. കാരണം വാരിക്കോരി പരസ്യം കൊടുത്തുകൊണ്ടാണ് മാധ്യമങ്ങളെ അടക്കം CPM സർക്കാരിന്റെ ഇല്ലാത്ത കഥകൾ, പൊലിപ്പിച്ച കഥകൾ, ആ കഥകൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി, വ്യവസായങ്ങൾ ഉണ്ടാകാൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ, വ്യവസായങ്ങൾ ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകണം. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ കൈക്കൂലി വാങ്ങുന്ന ആരോപണം ഉയരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ എങ്ങനെ വ്യവസായികൾ കേരളത്തിൽ നിക്ഷേപത്തിന് വരും? നിക്ഷേപ സംഗമം നടത്തിയതുകൊണ്ട് നിക്ഷേപം വരില്ല. 10,000 കോടിയുടെ നിക്ഷേപം, 70,000 കോടിയുടെ തൊഴിലവസരം എന്നൊക്കെ നമ്മുടെ വ്യവസായ മന്ത്രി പറയും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ബഹുമാന്യായിട്ടുള്ള ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത്, ആ പ്രസംഗം നിങ്ങൾ കേട്ട് കാണും. വിഴിഞ്ഞം തുറമുഖം വരുന്നു, ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി അടുത്ത ദിവസം അത് കമ്മീഷൻ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ വിഴിഞ്ഞം തുറമുഖത്ത് വരുന്ന ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലിൽ ഇറക്കുന്ന കണ്ടെയ്നറുകൾ അവിടെ ഇറക്കിയതിനു ശേഷം എങ്ങോട്ട് പോകും? അത് കേരളത്തിൽ പ്രയോജനമുണ്ടാകുന്ന തരത്തിൽ കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള അനുബന്ധ വ്യവസായങ്ങൾ വരാനുള്ള സാഹചര്യം, ആ സാഹചര്യം കേരളത്തിലുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇതില്ലാതെ എങ്ങനെ വികസനമുണ്ടാകും? അതുകൊണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം രാജ്യം മുഴുവൻ ഉണ്ടായിട്ടുള്ള വികസനം, രാജ്യം മുഴുവൻ ഉണ്ടായിട്ടുള്ള പുരോഗതി, രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീടുകൾ, എല്ലാവർക്കും റോഡുകൾ, ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിശ്രമം, ആ പരിശ്രമം കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് കേരളം ഭരിക്കുന്ന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ആവാസ് ആപ്പ്, പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ഭാഗമായി വീട് കിട്ടാത്ത ആളുകൾക്ക് വീട് ലഭിക്കാൻ ആവാസ് ആപ്പിൽ ആർക്ക് വേണമെങ്കിലും എൻട്രി ചെയ്യാം എന്ന് പറഞ്ഞ ആവാസ് ആപ്പ് പുറത്തിറക്കുമ്പോ കേരള ഗവൺമെന്റ് പറയുന്നത് 2018 തയ്യാറാക്കിയ ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ പട്ടികയിൽ നിന്ന് മാത്രം ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കണം. 2018 എങ്ങനെ തയ്യാറാക്കിയെന്ന് നമുക്കറിയാം. അന്ന് തയ്യാറാക്കിയപ്പോ എത്ര പരാതികൾ ഉണ്ടായെന്നറിയാം. അന്ന് അർഹരായിട്ടുള്ള നിരവധി പേർക്ക് നിഷേധിക്കപ്പെട്ടത് അറിയാം. രാഷ്ട്രീയ കാരണങ്ങളാൽ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിന് നമുക്കറിയാം.
ജനങ്ങൾക്ക് നേരിട്ട് ഈ ആവാസ് ആപ്പിൽ അവരുടെ വിവരങ്ങൾ എൻട്രി ചെയ്യാനുള്ള അവസരം നരേന്ദ്രമോദി നൽകുമ്പോൾ അതിൽ നിന്ന് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധരാണെങ്കിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല BJP-ക്കാരാണോ കോൺഗ്രസുകാരാണോ CPM-കാരാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയിട്ടല്ല. പകരം വീടില്ലാത്തവർക്കെല്ലാവർക്കും ആവാസ് ആപ്പിൽ എൻട്രി ചെയ്യാം. ഇവിടെ കേരള സർക്കാർ പറയാണ് ആവാസ് ആപ്പ് അല്ല, 2018 തയ്യാറാക്കിയ പട്ടിക, ആ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ചെയ്യാൻ പോകുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ദൗത്യം അർഹരായവർക്ക് മുഴുവൻ, ഗുണഭോക്താക്കളാകേണ്ടവർക്ക് മുഴുവൻ, അവർക്ക് മുഴുവൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. ആ പരിശ്രമമാണ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്തു, നമുക്ക് ഹെൽപ്പ് ഡെസ്കുകൾ വേണം. ഹെൽപ്പ് ഡെസ്ക്, നമ്മുടെ ഓരോ ഓഫീസും ഹെൽപ്പ് ഡെസ്ക് ആവണം, ഓരോ പ്രവർത്തകനും ഹെൽപ്പ് ഡെസ്കിന്റെ ഭാഗമാകണം. അങ്ങനെ വരണമെങ്കിൽ ആവാസ് ആപ്പിൽ നമ്മുടെ നാട്ടിലെ അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ആ പട്ടികയെത്തും. നാളെ കേന്ദ്ര സർക്കാരിനെ കേരളത്തിലെ സർക്കാരിനോട് ചോദിക്കാൻ പറ്റും, നിങ്ങളുടെ നാട്ടില് 12 ലക്ഷത്തോളം ആളുകള് വീടില്ലാത്തവരായിട്ട് ഇന്ന് കേരളത്തിലുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ലൈഫ് പട്ടികയിൽ ബാക്കിയുള്ളത് കഷ്ടിച്ച് 3 ലക്ഷം ആളുകളാണ്. ബാക്കി 9 ലക്ഷം ആളുകൾക്ക് എന്തുകൊണ്ട് വീട് കൊടുക്കാൻ പാടില്ല? ഈ 12 ലക്ഷത്തിന്റെ പട്ടിക കേന്ദ്ര സർക്കാരിന്റെ മുന്നിലെത്തിക്കാനുള്ള ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം കൂടി നിറവേറ്റാൻ, അതാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ ജനങ്ങളോടൊപ്പമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകാൻ, അതിനു വേണ്ടിയിട്ട് പാർട്ടി നോക്കാതെ, മതം നോക്കാതെ, സമുദായം നോക്കാതെ ഈ സംസ്ഥാനത്തെ, നമ്മുടെ പ്രദേശത്തെ, ഈ സിറ്റിയില് വീടില്ലാത്തവരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും പേരുകൾ, ആ പേരുകൾ ബഹുമാനനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ നടത്തണം. അതിലൂടെയാണ് നമുക്ക് വികസിതമായിട്ടുള്ള കേരളം, ആ വികസിതമായിട്ടുള്ള കേരളം സാധ്യമാക്കാൻ കഴിയുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മാതിരി 30 കേന്ദ്രങ്ങളിൽ ഈ വികസിത കേരള കൺവെൻഷൻ, വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഇന്ന് ഇത് എന്റെ 6ാമത്തെ കൺവെൻഷനാണ്. ആറാമത്തത്. ഇനിയും 24 ജില്ലയിൽ, സംഘടനാ ജില്ലയിൽ പോയി ഈ വികസിത കേരളം എല്ലാവരുടെ ഒപ്പം, എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളത്തിന്റെ ഒരു കാഴ്ചപ്പാട്, BJP കേരളത്തിന്റെ ഒരു വിഷൻ മുമ്പോട്ട് വെച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, ലോക്കൽ ബോഡി, അത് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷൻ, BJPനെ നമ്മുടെ ടീമിനെ റെഡിയാക്കാൻ ആദ്യത്തെ ദിവസം സംസ്ഥാന പ്രസിഡന്റായി ചുമതല കിട്ടിയ ആദ്യത്തെ ദിവസം അന്ന് സംസ്ഥാന കൗൺസിൽ മീറ്റിംഗിൽ ഞാൻ മുമ്പോട്ട് വെച്ച ഒരു കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു. ഞാൻ അന്ന് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. BJP ആയ ഒരു പാർട്ടി, നാഷണൽ പാർട്ടിയും നമ്മുടെ സംസ്ഥാന പാർട്ടിയും ഈ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണെന്ന് അത് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഇനി നമ്മുടെ ഒരു ദൗത്യം, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അധികാരത്തിൽ വന്ന് ഈ മാറ്റം കൊണ്ടുവരാൻ, ഒരു അധികാരത്തിൽ വന്നേ തെറ്റൂ, എന്നിട്ട് ഇത് അധികാരത്തിൽ വരണവരെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യനെ കുറിച്ച് ഇന്ന് സംസാരിക്കുമ്പോൾ ഇന്ത്യ ഒരു ട്രജക്ടറി, ഒരു പുതിയ ട്രജക്ടറിയിലാണ്. ഒരു 5-10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വികസിത ഭാരതം, ഇന്ത്യ ഒരു ഓട്ടോമാറ്റിക് അല്ല, നരേന്ദ്രമോദിജിന്റെ ലീഡർഷിപ്പിൽ നമ്മളെ ആ ഒരു മിഷൻ, ആ ഒരു ലക്ഷ്യം ഞങ്ങൾ അച്ചീവ് ചെയ്യുന്ന ലോകത്തിൽ ആർക്കും ഒരു സംശയമില്ല. അപ്പോൾ ഈ വീഡിയോന്റെ എൻഡിൽ പറഞ്ഞ മാതിരി എന്തുകൊണ്ട് നമുക്ക് വികസിത കേരളം എന്നൊരു ലക്ഷ്യം ഉണ്ടാക്കാൻ കഴിയുന്നില്ല?
അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം ഒരു മുദ്രാവാക്യം മാത്രമല്ല, മുദ്രാവാക്യമായിട്ട് കാണരുത്. ഇത് പാർട്ടിന്റെയും നമ്മളെല്ലാവരുടെയും ഒരു ദൗത്യമാണ്, ഒരു ലക്ഷ്യമാണ്, ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ്, രാഷ്ട്രീയ ദൗത്യമാണ്. അപ്പോ അതിനെക്കുറിച്ച് എനിക്ക് 4 പോയിന്റ് മുമ്പോട്ട് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആദ്യത്തെ വികസനം. ഞാൻ മനസ്സിലാക്കുന്നത് ജനങ്ങൾ ഇലക്ഷൻ സമയത്ത് വോട്ട് കൊടുക്കാൻ പോകുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടാണ് അവർ വോട്ട് കൊടുക്കുന്നത്. അപ്പൊ വികസനം, പുരോഗതി, അവസരങ്ങൾ, മാറ്റം ഇതെല്ലാം തേടിയിട്ടാണ് ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത്. ആ വികസനം ആരാണ്, ഏത് പാർട്ടിയാണ് ഈ ഇന്ത്യ രാജ്യത്തിൽ ശരിക്കും വാഗ്ദാനം കൊടുത്തിട്ട് വാക്ക് പാലിക്കുന്നത്? അതൊരു ഇമ്പോർട്ടന്റ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഈ വികസനം ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആക്കി, മാറ്റം, ഈ വികസനം കൊണ്ടുവരാനുള്ള ഒരു മാറ്റം ഒരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആക്കി, അതിന്റെ ഒരു ഫോളോ അപ്പ് പ്രശ്നമാണ് ഈ 3 മുന്നണിയിൽ LDF, UDF, BJP, NDA ആരാണ് ശരിക്ക് വാഗ്ദാനം മാത്രമല്ല ഇതില് ഒരു പുരോഗതിയും വികസനത്തിന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് കാണിച്ച് കഴിവുള്ള താല്പര്യം കാണിക്കുന്ന ഒരു പാർട്ടി ഏതാണ് ഈ 3 മുന്നണിയിൽ? എന്റെ അഭിപ്രായത്തിൽ അതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് മാറ്റണം. ഈ ഇലക്ഷൻ വികസനം അതെ വേണം, പുരോഗതി അതെ വേണം, അവസരങ്ങൾ അതെ വേണം, നിക്ഷേപം അതെ വേണം, തൊഴിൽ വേണം. ഇത് ആർക്കാണ് ചെയ്യാൻ കഴിവ്? അപ്പൊ നമ്മൾ നോക്കണം. 2004 മുതൽ 2014 ഇന്ത്യയിലെ ജനങ്ങൾ കോൺഗ്രസ് UPA സർക്കാരിന് ഒരു അവസരം കൊടുത്തു. 10 കൊല്ലം. അതിന്റെ 5 കൊല്ലം, ആദ്യത്തെ 5 കൊല്ലം കോൺഗ്രസിന്റെ പിന്തുണ, ആ കോalitionൽ പാർട്ട്ണറായത് CPM. 2004 അടൽ ബിഹാരി വാജ്പേയി വെച്ച് വിട്ട് ഒരു ഇക്കോണമി, സ്ട്രോങ് ഇക്കോണമി ആയിരുന്നു. ആ 10 കൊല്ലത്തിൽ എന്തു ചെയ്തു കോൺഗ്രസ്? ഏറ്റവും റെക്കോർഡ് വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഹയസ്റ്റ് ജോബ്ലെസ്നെസ്, അഴിമതി എന്ന് പറഞ്ഞ ഒരു നോൺ സ്റ്റോപ്പ് അഴിമതി. ലോകത്തിൽ 5 ദുർബലമായ ഇക്കോണമിയിൽ, ഏറ്റവും ദുർബലമായ ഇക്കോണമിയിൽ ഇന്ത്യ 5ാം നമ്പറിൽ 2014. സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ദുർബലമായ ഒരു സ്ഥിതി. ആര് വന്നാലും ടെററിസ്റ്റ് വന്ന ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഇന്ത്യ. ഇത് കണ്ടിട്ടാണ് ജനങ്ങൾ 2014 മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തത്. അപ്പോ 2014 മുതൽ 2025 അല്ലെങ്കിൽ 24 ആ കഴിഞ്ഞ 10 വർഷത്തിന്റെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ മലയാളികൾക്കും അറിയാം, ഇന്ത്യയിൽ മൊത്തം എല്ലാവർക്കും അറിയാം. ആ ഒരു ട്രാൻസ്ഫർമേഷൻ, ഇന്ത്യ എവിടെയായിരുന്നു, ഇന്ത്യ ഇന്ന് എവിടെയാണ്? ഞാൻ പറഞ്ഞ മതി, 5ാമത്തെ ഏറ്റവും ദുർബലമായ ഒരു ഇക്കോണമിയിൽ നിന്ന് ഇന്ന് 4ാം നമ്പർ, ലോകത്തിന്റെ ഏറ്റവും 4ാം നമ്പർ ഒരു ഇക്കോണമിയായി മാറ്റി നരേന്ദ്രമോദിജിയാണ്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ
ഞങ്ങൾക്ക് വികസനം വേണം, തൊഴിൽ വേണം, അവസരങ്ങൾ വേണം, പുരോഗതി വേണം എന്ന് പറയുമ്പോൾ അവര് UDF ഒരു അവസരം കൊടുത്തു. UDF ആ ഒരു 10 കൊല്ലം ഞാൻ കൊടുത്ത പേര് നഷ്ടമായ ദശകം, ലോസ്റ്റ് ഡെക്കേഡ്. അതേസമയം നരേന്ദ്രമോദിജിക്ക് 10 കൊല്ലം കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ അധ്വാനവും പദ്ധതികളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ്, ഇന്ത്യക്കാരുടെ ഒരു കോൺഫിഡൻസ്, യുവാക്കളുടെ ഒരു കോൺഫിഡൻസ്, അദ്ദേഹം ഇന്ത്യനെ മാറ്റി കുതിച്ച്, ഞാൻ പറഞ്ഞ കുതിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പൊ വികസനം ആര് ഡെലിവർ ചെയ്തു, ആരാണ് വാഗ്ദാനം കൊടുത്തത്, ആരാണ് വാക്ക് പാലിച്ചത്, ഭയങ്കര ക്ലിയറാണ്. അതേസമയത്ത് ഇവിടെ 10 കൊല്ലം 9 കൊല്ലമായിട്ട് CPM ഭരിക്കുന്നു. അവരെന്ത് ചെയ്തു? ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുത്തു, അവരെന്ത് ചെയ്തു? ഇന്ന് കടം വാങ്ങാണ്ട് ഈ നാട്ടിന് മുമ്പോട്ട് പോവാൻ കഴിയില്ല. കടം വാങ്ങിച്ചില്ലെങ്കിൽ സർക്കാരിന് ആശാ വർക്കേഴ്സിന് കൊടുക്കാൻ കാശില്ല, KSRT ജീവനക്കാർക്ക് കൊടുക്കാൻ കാശില്ല, സർക്കാരിന്റെ ഗവൺമെന്റ് പെൻഷനേഴ്സിന് പെൻഷൻ കൊടുക്കാൻ 5, 6, 7 മാസം ഡിലേ. അടിസ്ഥാന സൗകര്യങ്ങൾ, ഒറ്റ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് അല്ലെങ്കിൽ ഒറ്റ ഒരു പദ്ധതി ഈ കഴിഞ്ഞ 10 കൊല്ലം അവർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവർ ചെയ്യുന്നത് എന്താണ്? നരേന്ദ്രമോദിജി ഉണ്ടാക്കിയ പദ്ധതികളിനെ പേര് മാറ്റി പോസ്റ്റർ അടിച്ച് ഇത് ഞങ്ങൾ ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയാം. ഇവിടെ കഴിഞ്ഞൊരു 10 ദിവസം മുമ്പ് ഞാൻ കണ്ടൊരു പോസ്റ്റർ, മിഡ് ഡേ മീൽ സ്കീം. അതിൽ വലിയൊരു പിക്ചർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ, കുറച്ചൊരു സ്മോളർ പിക്ചർ ബഹുമാനപ്പെട്ട ശിവൻകുട്ടിജിന്റെ മിഡ് ഡേ മീൽ സ്കീം. അതിന്റെ 70% കാശും റിസോഴ്സും എല്ലാം കൊടുത്തതാരാ? നരേന്ദ്രമോദിജി. എന്നിട്ട് ആ 4ാം പേജിൽ ചെറിയൊരു ലോഗോ, PM പോഷൻ അഭിയാൻ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അസംബ്ലിന്റെ ഫ്ലോറിൽ പറഞ്ഞല്ലോ, നിങ്ങൾ എന്തിനാണ് ഈ ഹൈവേ നോക്കിയിട്ട് ഇതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നത്? ഇത് ചെയ്തത് നിതിൻ ഗഡ്കരിജിയല്ലേ, ഇത് ചെയ്തത് നരേന്ദ്രമോദിജിയല്ലേ. അപ്പോ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്, ഈ വികസനം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഈ ഇലക്ഷനിൽ നമ്മൾ മുമ്പോട്ട് വെക്കണം. ആ വികസനം കൊണ്ടുവരാൻ കഴിവുള്ളതും താല്പര്യമുള്ള ഒരു പാർട്ടി, ഒരു ട്രാക്ക് റെക്കോർഡുള്ള പാർട്ടിയാണ് നരേന്ദ്രമോദിജിന്റെ BJPയും NDAയും. അപ്പോ ജനങ്ങൾ മാറ്റം വേണമെന്ന് പറയുമ്പോൾ, അവർ ആഗ്രഹിക്കുമ്പോൾ BJP NDA ആണ് ശരിക്കും ഈ 3 മുന്നണിയിൽ മാറ്റം കൊണ്ടുവരാൻ ഉള്ള ഒരു കഴിവുള്ളൊരു പാർട്ടിയും പ്രവർത്തിക്കാനുള്ള പാർട്ടി. അത് BJP NDA ആണെന്ന് നമുക്ക് മുമ്പോട്ട് പറയണം. 2ാമത്തെ പോയിന്റ്, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇതും ഒരു മുദ്രാവാക്യമല്ല, ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇതൊരു ഒരു വലിയൊരു സ്റ്റേറ്റ്മെന്റാണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു? 4-5 ദിവസം മുമ്പ് എന്നോട് ആരോ സുപ്രീം കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത പെറ്റീഷൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പെറ്റീഷൻ കാണിച്ചു തന്നു. അതിൽ എഴുതിയിരിക്കുകയാണ്, ഇന്ത്യൻ മുസ്ലിം ലീഗ് represents Kerala's Muslims interest. അപ്പൊ ബാക്കി ആരും ഇല്ലേ നമ്മുടെ നാട്ടില്? അപ്പൊ മുസ്ലിം ലീഗ് ഓപ്പൺലി പറയുന്നു, ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് മുസ്ലിം സമുദായത്തിന് മാത്രം. അല്ല, അത് അവര് സത്യമായിട്ട് പറയട്ടെ, സത്യം പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ കോൺഗ്രസ്, നമുക്ക് എല്ലാവർക്കും അറിയാം, അവർക്കൊരു രാജവംശം അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് മാത്രമായിട്ട് അവരുടെ പ്രവർത്തനം. നമ്മുടെ CPM സഖാവന്മാരോ, അവര് ചെയ്യുന്നത് അവരുടെ സ്ട്രാറ്റജി ഭയങ്കര സിമ്പിൾ സ്ട്രാറ്റജിയാണ്. അവർ പ്രവർത്തിക്കുന്നത് അവർക്ക് വോട്ട് തന്നവൻ മാത്രം. അവർ ചെയ്യുന്ന ഈ PM ആവാസ് യോജനയിൽ ചെയ്യുന്നത് എന്താ? PM ആവാസ് യോജനയില് ഇവിടെ ആർക്കും ഓൺ ബോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർ ചെയ്യുന്നത് ലൈഫ് മിഷൻ 2018 വരെ. കാശില്ല, ലൈഫ് മിഷൻ
വഴി വീട് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇന്ന് അവരെല്ലാവരും ലൈഫ് മിഷനിൽ കൊടുക്കാൻ പറ്റാത്ത എല്ലാവരെയും അവര് ഈ PM ആവാസ് യോജനയെ ത്രൂ ഓൺബോർഡ് ചെയ്യുന്നു. അത് ഞാൻ പറഞ്ഞ മാതിരി നരേന്ദ്രമോദിജിന്റെ പണം, നരേന്ദ്രമോദിജിന്റെ പദ്ധതി. പക്ഷെ ഇവര് ബാക്ക് ഡോർ വഴി അവരുടെ വോട്ടേഴ്സിന് മാത്രം ഈ പദ്ധതിന്റെ ബെനിഫിറ്റ് കൊടുക്കുന്നു. ഇന്നലെ ഞാൻ ഈ ക്രൂര ടെററിസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് ഞാൻ VD സതീശന്റെയും MA ബേബിന്റെയും റോബർട്ട് വാഡ്രയുടെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു കേട്ടിട്ടല്ല എനിക്കൊരു ഭയങ്കര ഷോക്ക്. BJP പറഞ്ഞത് ഇത് പാകിസ്ഥാനി ഭീകരവാദികളാണ്, ഇവരെ കണ്ടെം ചെയ്യണം. അവർ മതം ചോദിച്ചിട്ട് നിരപരാധി സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന ടൂറിസ്റ്റിനെ കൊല്ലുന്നു. അപ്പൊ പാകിസ്ഥാൻ ഭീകരവാദി എന്ന് പറഞ്ഞ ഉടനെ MA ബേബി ചാടി കുതിച്ച് ഇത് 370 ആണ് ന്യായീകരിക്കുന്നു. എന്തിനാണ് ഈ MA ബേബിയും VD സതീശനും റോബർട്ട് വാഡ്രയും പാകിസ്ഥാനി ഭീകരകളെ ഡിഫെൻഡ് ചെയ്യുന്നത്? അവർക്ക് ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് അല്ലാണ്ട് ഒന്നും കാണുന്നില്ല. ആ വോട്ട് ബാങ്ക് പോളിറ്റിക്സ്, പ്രീണ രാഷ്ട്രീയം ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. എന്നാൽ BJP എന്താ ചെയ്യുന്നത്? BJPന്റെ 2014 മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജി പറഞ്ഞത് സബ്കാ സാത്ത് സബ്കാ വികാസ്, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇന്ന് ഒരൊറ്റ പദ്ധതി നരേന്ദ്രമോദിജി മുമ്പോട്ട് വെച്ചിട്ടില്ല ഒരു കമ്മ്യൂണിറ്റിക്ക്, ഒരു സമുദായത്തിന് വേണ്ടി. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എല്ലാ പദ്ധതികളും. ഇന്ന് ഉത്തർപ്രദേശിൽ പോയ PM ആവാസ് യോജനയുടെ ഏറ്റവും വലിയ ബെനിഫിഷ്യറീസ് മുസ്ലിം സമുദായമാണ്. PM ആയുഷ്മാൻ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഫസൽ ബീമ യോജന എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ നാട്ടിൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരേ പാർട്ടിയുള്ളൂ, അതാണ് BJP NDA. അപ്പോ വികസനമാണോ എല്ലാവർക്കും വേണ്ടി അവസരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണോ? ഇത് രണ്ടും ചെയ്യുന്നത് ഒറ്റ പാർട്ടിയേ ഉള്ളൂ ഈ നാട്ടിൽ, അത് BJP ആണ്, അത് NDA ആണ്. മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതുവരെ നമ്മൾ ഈ 20-30 കൊല്ലമായിട്ട് ഈ രണ്ട് LDFും UDFും ചെയ്തൊരു പണിയുണ്ട്. ജനങ്ങളുടെ മനസ്സിലെ ഒരു വിഷവും ഒരു മിസ്ഇൻഫോർമേഷനും ഒരു പ്രോപ്പഗാൻഡയും നിറച്ച് BJP ഒരു വർഗീയവാദി പാർട്ടിയാണ്, BJP ചെയ്യുന്ന രാഷ്ട്രം കമ്മ്യൂണൽ രാഷ്ട്രമാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ചൊരു ബാക്ക് ഫുട്ട് ബാറ്റിംഗിലായിരുന്നു ഇതുവരെ. ഇന്നു മുതൽ BJP NDA കേരളം ഫ്രണ്ട് ഫുട്ട് ബാറ്റിംഗ് മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. ഞങ്ങളാണ് വികസനം ഡെലിവറി ചെയ്യുന്ന പാർട്ടി. എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കുന്നതും പ്രവർത്തിക്കുന്ന പാർട്ടി BJP NDA ആണ്. അതുകൊണ്ട് ഇന്നു മുതൽ വികസിത കേരളം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞ് ഫ്രണ്ട് ഫുട്ട് ബാറ്റിംഗ് മാത്രം ഞങ്ങൾ ചെയ്യാൻ പോകും. ഇലക്ഷൻ മത്സരിക്കാൻ മാത്രമല്ല, ഇലക്ഷൻ മത്സരിച്ച് ജയിക്കാനും അധികാരത്തിൽ വന്ന് ഈ മാറ്റം കൊണ്ടുവരാൻ പോകുന്ന പാർട്ടി ആയിട്ട് മാറണം എല്ലാവരും, എല്ലാ പ്രവർത്തകരും. അത് BJP ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ്. എല്ലാവരും ഇവിടെ ആരും നേതാവായിട്ട് കാണരുത്. ഞങ്ങൾ എല്ലാവരും വേദിയിലിരിക്കുന്നതും ഇവിടെ മുമ്പിലിരിക്കുന്ന എല്ലാവരും പ്രവർത്തകരാണ്. ഈ ദൗത്യം മുമ്പിൽ വെച്ച് നമുക്ക് പ്രവർത്തിക്കണം. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ LDFും UDFും എത്രയോ നുണങ്ങൾ പറയും. ജനങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാനും മിസ്ഇൻഫോം ചെയ്യാനും അവരുടെ ഒരു ഭയങ്കര എഫേർട്ട് ഉണ്ടാവും. നമ്മൾ എല്ലാ നുണയും എക്സ്പോസ് ചെയ്ത് സത്യം മുമ്പോട്ട് വെക്കും. എന്താണ് സത്യം? വികസനവും പുരോഗതിയും അവസരങ്ങളും തൊഴിലും നിക്ഷേപം കൊണ്ടുവരുന്ന പാർട്ടി BJP മാത്രമാണ്.
എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി BJP മാത്രമാണ്. വർഗീയവാദിയും പീഡന രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടികളാണ് UDF-ഉം CPM-ഉം LDF-ഉം. ഇതാണ് സത്യം. ഈ വികസന സന്ദേശവും ഈ സത്യം, ഈ മെസ്സേജ് വീട് വീട് കയറി സോഷ്യൽ മീഡിയ, ഡോർ ടു ഡോർ സമ്പർക്കം ഇത് ചെയ്യണം. ഇത് ചെയ്തേ പറ്റൂ. ഇത് നമ്മൾ അടുത്ത 4-5 മാസം ചെയ്യാൻ അധ്വാനിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ സുരേഷ് ജി ഈ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ മുമ്പോട്ട് വയ്ക്കും. ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഈ അടുത്ത 3-4 മാസം ചെയ്യാനെല്ലാം നമ്മുടെ അധ്വാനവും നിരന്തര പരിശ്രമവും നമ്മളുടെ ഗോൾസും മൈൽ സ്റ്റോൺസും എല്ലാം അദ്ദേഹം ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിൽ മുമ്പോട്ട് വയ്ക്കും. 4ാമത്തെ കാര്യം, എന്റെ അവസാനത്തെ ഒരു പോയിന്റ്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ഒരു ചുമതല എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തകൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പാർട്ടിയിൽ ഞാൻ പറഞ്ഞ മാതിരി ആരും നേതാവല്ല. ഞങ്ങളുടെ ഒരു ദൗത്യം, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കടമ പ്രവർത്തിച്ച് ഈ വികസിത കേരളം നമ്മുടെ പാർട്ടിയെ ജയിപ്പിക്കാൻ ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും മുമ്പോട്ട് വെച്ച് അവരെ നേതാവാക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ദൗത്യം, ഇതാണ് ഞങ്ങളുടെ കടമ, ഇതാണ് എന്റെ ഡ്യൂട്ടി. അപ്പോൾ അവസാനം ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഒരു സംശയവുമില്ല, ഞാൻ ചെയ്ത എല്ലാ പോളിലും കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് മാറ്റം വേണം. അവർക്കൊരു പുതിയ ഒരു ഭാവി, കുട്ടികൾക്ക് തൊഴിലും വിദ്യാഭ്യാസവും സ്കിൽസിന്റെ ഒരു ഭാവി, നിക്ഷേപം, അവസരങ്ങൾ കൊണ്ടുവരുന്നൊരു ഭാവി. ഇന്ത്യ വികസിത ഭാരതമാവുമ്പോൾ നമ്മുടെ കേരള നാടും ഒരു വികസിത കേരളമാവണം. കർണാടകയിലെ വലിയ വലിയ ഫാക്ടറീസ് വന്ന് അവിടെ തൊഴിലുണ്ടാക്കുമ്പോൾ, നിക്ഷേപം വരുമ്പോൾ ഇവിടെയും അങ്ങനെ ഫാക്ടറീസ് വരണം. വലിയ വലിയ R&D സെന്റേഴ്സും ഇങ്ങനെ അവസരങ്ങൾ തമിഴ്നാട്ടിലും കർണാടകയിലും മുംബൈയിലും ഉത്തർപ്രദേശിലും വരുമ്പോൾ ഇവിടെ അത് വരണം. ഇത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ എല്ലാവരും അടുത്ത ഒരു 3-4 മാസം ഒരു കഠിന അധ്വാനവും നിരന്തര പരിശ്രമവും ഒരു ഈ പറഞ്ഞ വികസനവും എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസിത കേരളത്തിന്റെ ഒരു നറേറ്റീവ് മുമ്പോട്ട് വെച്ചാൽ എനിക്കൊരു സംശയമില്ല, ഈ വരുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ ചരിത്രത്തിൽ ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരുന്ന ഒരു തെരഞ്ഞെടുപ്പാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ഇതിന്റെ ലൈന് എനിക്ക് വളരെ ഇഷ്ടമായ ലൈനാണ്. മാറാത്തത് ഇനി മാറണം, അതിന് നമുക്ക് അധ്വാനിക്കണം. അടുത്ത 4-5 മാസം അധ്വാനിച്ചാൽ മാറാത്തതല്ല മാറും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. ബൂത്ത് തല